ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നോക്കും. ഞാൻ ഒരിക്കൽ സമസ്തക്കൊരു പരാതി കൊടുത്തിട്ട് പിന്നെ ഇവിടെ കൊപ്പം ഭാഗത്ത് ഒരാളുണ്ടായിരുന്നു. നമ്മളെ SKSF ഫണ്ട് ഇത് നടത്തിയിരുന്നു, ജീർണതക്കെതിരെ ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിരുന്നു. അതിങ്ങനെ ആ ഭാഗത്തു നിന്നാണ് ഉദ്ഘാടനം ചെയ്തത്. നല്ലൊരു മുന്നേറ്റമായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ശേഷം ആ കൊപ്പം ഭാഗത്ത്, കൊപ്പം എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയാണ്, ആ ഭാഗത്തുള്ള ഒരാൾക്കെതിരെ സമസ്തക്കൊരു പരാതി കൊടുത്തു. ഇങ്ങനെ ഒരാളുണ്ട്, പിന്നെ അദ്ദേഹം നിസ്കരിക്കലില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു പരാതിയാണ്. ആ വിശദമായൊരു പരാതി കൊടുത്തിട്ട് അതിൽ കുറേ ആ ഭാഗത്തുള്ള ഒരു 4 പഞ്ചായത്തിലുള്ള സമസ്തൻ്റെ ആളുകളൊക്കെ ഒപ്പിട്ട് പിന്നെ ആ കത്ത് കൊടുത്ത് ഇതിലൊരു തീരുമാനം ഉണ്ടാവണം. അപ്പോൾ അതിൽ അവസാനം ഇങ്ങനെ ഇതിലൊരു തീരുമാനം വരുന്നത് വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ ആരും പ്രസ്തുത സ്ഥലത്ത് നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് അവസാനമുണ്ട്. അങ്ങനെ പേരൊക്കെ എഴുതി. ഭാഗ്യത്തിനോ കുമരംപുത്തൂർ AP ഉസ്താദാണ് പിന്നെ അധ്യക്ഷൻ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ ജാമ്യക്കാണ് വിചാരണയ്ക്ക് വിളിച്ചത്. താങ്കൾ മുതൽ താഴേക്കുള്ള 21 ആളുണ്ട്. 21 ആരോ 1-2 ആൾ കുറവുണ്ട്, എന്തായാലും ഏകദേശം 10-20 ആളുണ്ട്. എല്ലാവരും ഇങ്ങനെ ബാക്കിലിരുത്തി ഉസ്താദന്മാരിങ്ങനെ മുമ്പിൽ വന്നിരുന്നിട്ട് തുടക്കത്തിൽ ഒരു ദുആ കഴിഞ്ഞിട്ട് ഒരു നസീഹത്ത് ഉണ്ടാവും. അള്ളാഹുവിനെ പേടിക്കണം, തഖ്വ ഉണ്ടായിരിക്കണം, കളവ് പറയരുത്, ദീനാണ്, ദീനോണ്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നസീഹത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വേണ്ടിയിരുന്നില്ല അതെന്തായാലും എന്ന് തോന്നും. എന്നിട്ട് അതിൻ്റെ ശേഷം കത്ത് വായിക്കും. അപ്പം അങ്ങനെ കത്ത് വായിച്ചിട്ട് ഇതിൻ്റെ അവസാന ഭാഗം ആദ്യം എടുക്കും. അവസാന ഭാഗം എടുത്തപ്പോൾ അതിലിങ്ങനെ അവസാന അഭ്യർത്ഥന ഉള്ളത്, ഈ വിഷയത്തിൽ തീരുമാനം വരുന്നത് വരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളാരും പുസ്തക പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നാണല്ലോ. ഇത് അമ്രാണോ നഹിയാണോ ആഗ്രഹമാണോ? അതാണ്. അമ്രാണ് എന്ന് പറഞ്ഞാലും നഹിയാണ് എന്ന് പറഞ്ഞാലും നമ്മൾ സമസ്തക്കാരല്ല. കാരണം മുഷാവറയോട് അങ്ങോട്ട് കൽപ്പിക്കാൻ നമ്മൾ ആരാ? സമസ്തക്കാരനല്ലാതാവും. പിന്നെ നമ്മളോട് മറുപടി തന്നെ ഇല്ല, നമുക്ക് മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. സമസ്തക്കാർക്കല്ലേ മറുപടി പറയേണ്ടുള്ളൂ. പക്ഷെ അത് ആദ്യം പഠിച്ചിരുന്നു. ഈ കത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് അത് ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആഗ്രഹമാണ്, ഈ പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ വായിക്കാം എന്ന് പറഞ്ഞിട്ട് കത്ത് വായിച്ചു. അങ്ങനെ കത്ത് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ കുറേ ആരോപണങ്ങൾ ഉണ്ടായാലും ഒന്നും നിസ്കരിക്കലില്ല എന്നാണ് ആരോപണം. അപ്പോൾ ആരോപണം വായിച്ചു, ഒന്നും നിസ്കരിക്കലില്ല എന്ന് പറയുമ്പോൾ ചോദിക്കും, ഇദ്ദേഹത്തോടുകൂടെ ഒരു വക്കത്തും ആ വക്കത്തിൻ്റെ ജംഇൻ്റെ സമയവും കഴിഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ സഹവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരു വക്കത്തും ആ വക്കത്തിൻ്റെ ജംഇൻ്റെ സമയവും കഴിഞ്ഞു പോകുന്നത് വരെ സഹവസിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ലുഹറാണെങ്കിൽ ലുഹറിൻ്റെ അസറിൻ്റെ സമയം കഴിയുന്നവരെ നമ്മൾ മുപ്പരത്തിരിക്കണ്ടേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എവിടുന്നേരും കേട്ട വിവരം വെച്ചിട്ട് എഴുതുന്നതല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയല്ലേ പറയുള്ളൂ. കുഴപ്പമില്ല, അതവിടെ ഇല്ല എന്ന് എഴുതും. അങ്ങനെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് ചോദിക്കും, നിങ്ങൾക്ക് വിശ്വസ്തനായ ഏതെങ്കിലും ഒരാൾ ഇദ്ദേഹത്തോട് ഒരു വക്കത്തും ആ വക്കത്തിൻ്റെ ജംഇൻ്റെ സമയവും കഴിഞ്ഞു പോകുന്നതുവരെ സഹവസിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വിവരം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെ ഫോൺ നമ്പറും അയാളെ അഡ്രസ്സും ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഹാജരാക്കി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഓലെന്നെ തിരഞ്ഞു വയ്ക്കുള്ളൂ. നമ്മൾ ബുദ്ധിമുട്ടാക്കൊന്നുമില്ല, എന്തായാലും കൊടുക്കേണ്ടി വരും. പക്ഷെ മറുപടി ഇല്ല എന്നായിരുന്നു. അങ്ങനെ ഇല്ല, അപ്പോൾ പിന്നെ ഇല്ല എന്നാണ്. അപ്പോൾ അതും എഴുതും. ഇങ്ങനെ ഒരു വിശ്വസ്തനായ ഒരാളും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് എഴുതും. അടുത്ത ചോദ്യം, ഇദ്ദേഹം നിസ്കരിക്കലില്ല എന്നാണോ നിങ്ങളുടെ വാദം? കൂടെയുള്ള ആളുകളോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു എന്നാണോ വാദം? രണ്ടിനും രണ്ട് ഹുക്കുമാന്ന് എനിക്ക് അന്നാ മനസ്സിലായത്. മൂപ്പര് നിസ്കരിക്കലില്ലേ വേറെ ഹുക്കുമാണ്, ഒപ്പമുള്ള ആൾക്കാരോട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വേറെ ഹുക്കുമാണ്. അപ്പോൾ ഏതാണ് വാദം എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ചോദ്യം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തേക്കാരം തീരുമാനം എന്ന്. അങ്ങനെയുള്ള ചോദ്യം കഴിയുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ഈ വിഷയത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന ഏത് തീരുമാനങ്ങളോടും ഞങ്ങൾ യോജിക്കുന്നതാണ് എന്ന് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് തീരുമാനം വന്നു, അദ്ദേഹം ശരിയല്ലാത്ത മാർഗത്തിലാണ് എന്ന് പറയാൻ ആവശ്യമായ തെളിവുകൾ ലഭ്യമല്ലാത്തതിനാൽ പങ്കെടുക്കേണ്ടവർക്ക് പങ്കെടുക്കാവുന്നതും വിട്ടുനിൽക്കേണ്ടവർക്ക് വിട്ടുനിൽക്കാവുന്നതുമാണ് എന്ന് 1-ാം നമ്പറുകാരന് കത്തായിട്ട് മറുപടി വന്നു. അപ്പോൾ ഇതാണ് സമസ്തൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് എടുത്ത തീരുമാനത്തിൽ പിന്നെ പിറകോട്ട് പോവേണ്ടി വരാത്തതിൻ്റെ കാരണവും അതുകൊണ്ടാണ്. അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സൊന്നും അങ്ങനെ ഒരു വെളിവാക്കലില്ല. ഇതിപ്പോൾ ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടിയെന്നല്ലേ ഉള്ളൂ.
ഇങ്ങനെല്ലാം കഴിഞ്ഞു പോയിട്ടാണ് തീരുമാനം ഉണ്ടാകുന്നത് നമുക്ക് പിന്നെ അത് അനുഭവിച്ച ആൾക്കാർക്കല്ലാതെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കാൻ 100 വർഷമായി ഉമ്മത്തിൻ്റെ ഈമാനിന് കാവൽ നിൽക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞത്. ശംസുൽ ഉലമ റഹിമഹുല്ലയുടെ ആണ്ടുൾപ്പെടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ആദർശത്തിൻ്റെയും ആശയത്തിൻ്റെയും പ്രചരണത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.